പ്രതീക്ഷിച്ചതിലും അപ്പുറം വമ്പൻ പ്രഖ്യാപനങ്ങളാണ് സൗദിയിൽ നിന്ന് വരുന്നത്. പ്രസിഡന്റ് ട്രംപിൻ്റെ സന്ദർശനത്തിൽ സാമ്പത്തിക പ്രതിരോധ കരാറുകളിൽ US-ഉം സൗദിയും ഒപ്പുവെച്ചു. $142 ബില്യൺ പ്രതിരോധ കരാറാണ് ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചത്. ചരിത്രത്തിൽ ഏറ്റവും വലിയ കരാർ എന്നാണ് വൈറ്റ് ഹൗസ് ഇതിനെ വിശേഷിപ്പിച്ചത്. വൈറ്റ് ഹൗസിൻ്റെ പ്രസ്താവന ഇങ്ങനെ: അമേരിക്കയും സൗദി അറേബ്യയും ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചു. ഏകദേശം $142 ബില്യൺ കരാർ. സൗദി അറേബ്യയ്ക്ക് US അത്യാധുനിക യുദ്ധോപകരണങ്ങൾ നൽകും. ഇങ്ങനെയാണ് പ്രസ്താവന. പ്രതിരോധ കരാറിൽ സൈനിക സംവിധാനങ്ങൾ, ആയുധങ്ങൾ, സേവനങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. മറ്റ് വാണിജ്യ കരാറുകൾ, ഗ്യാസ് ടർബൈനുകളുടെ കയറ്റുമതി എന്നിവയും കരാറിൽ ഉൾപ്പെടുന്നു. ട്രംപിൻ്റെ മിഡിൽ ഈസ്റ്റ് സന്ദർശനത്തിൽ ഖത്തറും UAEയും ഉൾപ്പെടുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിന് മറ്റ് പ്രധാന കരാറുകളും ഒപ്പുവയ്ക്കുമെന്നാണ് കരുതുന്നത്. സൗദിയും US-ഉം തമ്മിലുള്ള ബന്ധം ശക്തമാകുന്നതിനിടെ മറ്റൊരു റിപ്പോർട്ട് വരുന്നു. മിഡിൽ ഈസ്റ്റ് ഐയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ട്രംപിൻ്റെ US സന്ദർശനത്തിൽ യമനിലെ US ആക്രമണം അവസാനിപ്പിക്കാനും ട്രംപിനുമേൽ സൗദി സമ്മർദ്ദം ചെലുത്തിയെന്നാണ് മിഡിൽ ഈസ്റ്റ് ഐ റിപ്പോർട്ട് ചെയ്യുന്നത്. യമൻ ആക്രമണം സൗദിക്കും US-നും ലജ്ജാകരമായ സാഹചര്യം സൃഷ്ടിക്കുമെന്ന് ട്രംപിന് മുന്നറിയിപ്പ് നൽകിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 2024 ബൈഡൻ ഭരണകൂടം ആക്രമണങ്ങൾ ആരംഭിച്ചതു മുതൽ സൗദി അറേബ്യ യമനിലെ US ആക്രമണത്തെ എതിർക്കുന്നു. സൗദി ഉൾപ്പെടെയുള്ള സുഹൃത്ത് രാജ്യങ്ങളുടെ എതിർപ്പ് വകവയ്ക്കാതെയാണ് US യമനിൽ ആക്രമണം നടത്തിയത്. കഴിഞ്ഞയാഴ്ച ആക്രമണങ്ങൾ നിർത്തണമെന്ന് കർശനമായി തന്നെ സൗദി US-നെ അറിയിച്ചെന്ന് 2 US ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയതായി മിഡിൽ ഈസ്റ്റ് ഐ വ്യക്തമാക്കുന്നു. ട്രംപിൻ്റെ സന്ദർശനത്തിന് മുമ്പ് ആക്രമണങ്ങൾ നിർത്താൻ സൗദി ആവശ്യപ്പെട്ടതായി US ഉദ്യോഗസ്ഥരിൽ ഒരാൾ മിഡിൽ ഈസ്റ്റിനോട് പറഞ്ഞു. യമൻ ആക്രമണം അവസാനിപ്പിക്കാൻ കഴിഞ്ഞയാഴ്ച മുതൽ സൗദി US-ന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. യമനെതിരായ ആക്രമണങ്ങൾ തീ കൊണ്ടുള്ള കളിയാണെന്നും സൗദി US-ന് മുന്നറിയിപ്പ് നൽകിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. US യമനിലെ ആക്രമണം നിർത്തുമെന്ന് ട്രംപ് ചൊവ്വാഴ്ച പ്രഖ്യാപിച്ചിരുന്നു. സൗദിയുടെ സമ്മർദ്ദത്തിലാണ് ട്രംപ് ഈ പ്രഖ്യാപനം നടത്തിയതെന്നാണ് മിഡിൽ ഈസ്റ്റ് ഐ റിപ്പോർട്ട് ചെയ്യുന്നത്. സൗദിയുടെ സമ്മർദ്ദം കൊണ്ട് മാത്രമാണോ യമനിലെ ആക്രമണം അവസാനിപ്പിക്കാൻ ട്രംപ് തീരുമാനിച്ചതെന്ന് ഉദ്യോഗസ്ഥർക്ക് ഉറപ്പിച്ച് പറയാൻ കഴിഞ്ഞിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ട്രംപിനൊപ്പം നിൽക്കുന്നവരും US-ൻ്റെ യമനിലെ ആക്രമണത്തെ അപലപിച്ചിരുന്നു. ഇതും കൂടിയാവാം ട്രംപിൻ്റെ മനംമാറ്റത്തിന് കാരണമെന്നാണ് കരുതുന്നത്. US-ഉമായുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതായി ഹൂതികൾ തിങ്കളാഴ്ച രാത്രി അറിയിച്ചതായി ട്രംപ് വ്യക്തമാക്കി. ഞങ്ങളും അത് പാലിക്കും, ഞങ്ങൾ ബോംബാക്രമണങ്ങൾ നിർത്തും, ട്രംപ് പറഞ്ഞു. കപ്പലുകളെ ആക്രമിക്കില്ലെന്നും ഹൂതികൾ വാഗ്ദാനം ചെയ്തതായി ട്രംപ് അറിയിച്ചു. ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ അൽ ഹുസൈദി ട്രംപ് എക്സിൽ നടത്തിയ പ്രഖ്യാപനത്തെ സ്ഥിരീകരിച്ചു. US-നും ഹൂതികൾക്കും ഇടയിലുള്ള വെടിനിർത്തലിന് തൻ്റെ രാജ്യം മധ്യസ്ഥത വഹിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ട്രംപിൻ്റെ സൗദി സന്ദർശനത്തിന് തൊട്ടുമുമ്പ് നിർണായകമായൊരു തീരുമാനമുണ്ടായി. ഹമാസിൻ്റെ കസ്റ്റഡിയിലുള്ള ബന്ദികളിൽ ഒരാളായ US പൗരൻ ഐഡൻ അലക്സാണ്ടറെ ഹമാസ് വിട്ടയച്ചു. മോചനത്തിനായി ഹമാസുമായി നേരിട്ട് ഖത്തർ ചർച്ച നടത്തിയിരുന്നു. ഹമാസിൻ്റെ കസ്റ്റഡിയിലുള്ള ഏക അമേരിക്കൻ ബന്ദി കൂടിയായിരുന്നു ഐഡൻ. US ബന്ദിയെ കൈമാറാനുള്ള ഹമാസ് തീരുമാനത്തെ മധ്യസ്ഥ രാജ്യങ്ങളായ ഈജിപ്തും ഖത്തറും അഭിനന്ദിച്ചു. ഗസയിൽ സമഗ്ര വെടിനിർത്തൽ നീക്കത്തിന് ഇത് ആക്കം കൂട്ടുമെന്നും ഈ രാജ്യങ്ങൾ അഭിപ്രായപ്പെട്ടു. അതിനിടെ സന്നദ്ധ സംഘടനകൾ വഴി ഗസയിലേക്ക് ഉടൻ സഹായം എത്തിക്കാൻ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ശ്രമങ്ങളും അന്തിമഘട്ടത്തിലാണെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. ഹമാസുമായി നേരിട്ട് US ചർച്ച നടത്തിയത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് വലിയ തിരിച്ചടിയാണ്. ഹമാസുമായി US സന്ധിയിലെത്തിയത് ഗസ സംഘർഷം നീട്ടിക്കൊണ്ടുപോകാൻ US-ന് താൽപ്പര്യമില്ലെന്ന സൂചനയാണ് നൽകുന്നത്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ ബന്ധം നഷ്ടക്കച്ചവടമാണ്. മിഡിൽ ഈസ്റ്റിനെ ഒപ്പം കൂട്ടുന്നതാണ് ലാഭം. ഇതിനായി ഇസ്രായേലിനെ തള്ളിപ്പറയാനും ട്രംപ് മടിക്കില്ല.